നമസ്കാരം. സെലസ്ട്രിയ GK എല്ലാവർക്കും സ്വാഗതം. കേരള PSC റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ലോഹം. ഉത്തരം മെർക്കുറി. വ്യാവസായിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ജെയിംസ് വാട്ട്. അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റ്. ഉത്തരം ജോൺ എഫ് കെന്നഡി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ. ഉത്തരം ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ ഇന്ത്യയിലെയും ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ. ഉത്തരം കോഴിക്കോട്. ഏത് ഭാഷയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമയായ ആലംമാര നിർമ്മിച്ചത്? ഉത്തരം ഹിന്ദി. കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ അറിയപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? ഉത്തരം വില്ലിംഗ്ടൺ പ്രഭു. സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ് പുരുഷന്മാർക്ക് യുദ്ധം ആരുടെ വാക്കുകളാണ്? ഉത്തരം ബെനിറ്റോ മുസോളിനി. ഹൈ റേഞ്ചിലേക്കും കുട്ടനാടിലേക്കുമുള്ള കവാടം എന്നറിയപ്പെടുന്നത്? ഉത്തരം ചങ്ങനാശ്ശേരി. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം? ഉത്തരം 1986. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം? ഉത്തരം ചണ്ഡീഗഡ്. ഇന്ത്യയിലെ മിസൈൽ വിക്ഷേപണ തറ എവിടെയാണ്? ഉത്തരം ചാന്ദിപൂർ ഓൺ സി. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ? ഉത്തരം സി രാജഗോപാലാചാരി. ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ജംഷഡ്പൂർ. ഇന്ത്യയിലെ ധാതു പര്യവേക്ഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം? ഉത്തരം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയിൽ ആദ്യമായി DPEP ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്? ഉത്തരം 1962. ഇന്ത്യയിൽ ആദ്യമായി ISD സംവിധാനം നിലവിൽ വന്ന നഗരം? ഉത്തരം മുംബൈ. രാഷ്ട്രതന്ത്രശാസ്ത്രപരമായി ഗ്രീൻലാൻഡ് ഏതു വൻകരയുടെ ഭാഗമാണ്? ഉത്തരം യൂറോപ്പ്. രാജകീയ രോഗം റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹിമോഫീലിയ. രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത്? ഉത്തരം തിബസ്. രാജ്യത്തിന്റെയും നദിയുടെയും പേര് ഒന്നായതിനുദാഹരണം? ഉത്തരം ജോർദാൻ. രാജ്യങ്ങളില്ലാത്ത ഏക ഭൂഖണ്ഡം? ഉത്തരം അന്റാർട്ടിക്ക. 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം? ഉത്തരം ഇസ്താംബുൾ. ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റ്? ഉത്തരം IRNSS-1A. ഇന്ത്യയുടെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ? ഉത്തരം അഗ്നി 5. ഇന്ത്യയുടെ ദേശീയ ജലജീവി? ഉത്തരം ഡോൾഫിൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ചത്? ഉത്തരം ആവടി. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം അന്റാർട്ടിക്ക. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ട്? ഉത്തരം INS വിഭൂതി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം? ഉത്തരം ഇൻസാറ്റ് 2A. ആഫ്രിക്കയിലെ മിനി ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം മൗറീഷ്യസ്. ആഫ്രിക്കയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട നേതാവ്? ഉത്തരം ജൂലിയസ് നെരേര. പുതുച്ചേരിയുടെ ഭാഗമായ യാനം ഏത് സംസ്ഥാനവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. സിവിൽ നിയമലംഘനം ആരംഭിക്കുന്നതിനു മുമ്പ് സമാധാനത്തിന്റെ ഒരു മാർഗം തുറന്നു കിട്ടും എന്ന ആഗ്രഹത്തോടെ
ഗാന്ധിജി ഏത് വൈസ്രോയ്ക്കാണ് 11 ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തെഴുതിയത്? ഉത്തരം ഇർവിൻ പ്രഭു. നാറ്റോ എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങളിൽ ഏറ്റവും ചെറുത്? ഉത്തരം ഐസ്ലാൻഡ്. ഏറ്റവും നീളമുള്ള കാലുകളുള്ള പക്ഷി? ഉത്തരം കരിഞ്ചിറകൻ പവിഴക്കാലി. ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം? ഉത്തരം ജിറാഫ്. ഏറ്റവും പഴക്കമുള്ള പുഷ്പം? ഉത്തരം മാഗ്നോലിയ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലാണ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആദ്യമായി EVM ഉപയോഗിച്ചത്? ഉത്തരം 1982 കേരളത്തിൽ പറവൂർ ഉപതെരഞ്ഞെടുപ്പിൽ. പാകിസ്ഥാന്റെ സാംസ്കാരിക ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന നഗരം? ഉത്തരം ലാഹോർ. പാക് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിൽ? ഉത്തരം ഇന്ത്യ ശ്രീലങ്ക. പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. പാതിരാ സൂര്യന്റെ നാട്? ഉത്തരം നോർവേ. പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം നൈൽ. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ഈജിപ്ത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത? ഉത്തരം ദീപക് സന്ധു. ആധാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം? ഉത്തരം 2010. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 2010. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്